കേസെടുത്തിട്ടും വർഗീയ പരാമർശത്തിൽ ഉറച്ച് ബി ഗോപാലകൃഷ്ണൻ. താൻ പറഞ്ഞതിൽ എന്താണ് വർഗീയതയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു. കെ എം ഷാജിയുടെ ബന്ധമാണ് പ്രശ്നമെന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ലെവിൻ കെ വിജയൻ നൽകുന്ന വിവരങ്ങൾ. ലെവിൻ, വലിയ വിവാദമായിട്ടും കേസെടുത്തിട്ടും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോഴും. വിവരങ്ങൾ. അരുണി, ഇന്ന് രാവിലെ നമ്മളോട് നടത്തിയ പ്രതികരണത്തിലും തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ബി ഗോപാലകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും NDAയുടെ കൊടുങ്ങൽ ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് താൻ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റില്ല, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കും എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നതും ജില്ലാ കളക്ടറോട് വിശദീകരണം തേടുന്നതും പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്, കേസെടുക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ BNS 192 അനുസരിച്ചുകൊണ്ടും മതസ്പർദ്ധയും വിഭാഗീയതയും വളർത്തുന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുമാണ് ഇദ്ദേഹത്തിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തതിന് ശേഷവും അദ്ദേഹം തന്റെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിലുള്ള പാർട്ടിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് പറഞ്ഞത് മതമാണ് ഞങ്ങൾക്ക് വലുത് എന്നാണ്. ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്ന് പറഞ്ഞ KM ഷാജിക്കെതിരെ ഒരക്ഷരം എന്തേ ഇടതു വലത് മതേതരവാദികൾ പറയാത്തത്, ഞാൻ പറഞ്ഞത് എന്ത് വർഗീയതയാണുള്ളത് എന്നുള്ളതാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. 1967 മുതൽ ഗുരുവായൂരിൽ നിന്നുള്ള MLA-മാരുടെ ലിസ്റ്റ് തരാമെന്നുള്ളതും ഫേസ്ബുക്കിൽ പറയുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഹിന്ദു MLA-മാർ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഗോപാലകൃഷ്ണന്റെ പരാമർശം. ആ പരാമർശം വിവാദമാവുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വോട്ട് ചോദിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ള ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമടക്കം ചൂണ്ടിക്കാണിച്ചപ്പോൾ ന്യൂസ് മലയാളത്തോടക്കം പ്രകോപിതനായാണ് ഗോപാലകൃഷ്ണൻ തുടർന്നത്. അതിനുശേഷം കേസ് വന്നപ്പോഴും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ് പറയുന്നത്. പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പറയുന്ന വിവാദങ്ങൾക്കൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്കെതിരെയും പരിഹാസത്തിന്റെ പോസ്റ്റുകൾ, വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നാളെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള നടപടികളടക്കം ആലോചിക്കുമെന്നുള്ളതാണ് രക്തൻ യു ഖേൽക്കർ ഇന്ന് നമ്മളോട് നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ മതം ഒരു വിവാദ പ്രശ്നമാകുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ഈ വിവാദത്തിന് തിരികൊളുത്തുകയും അത് ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴും BJPയുടെയോ NDAയുടെയോ പ്രധാന നേതാക്കൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഏതായാലും പ്രധാനപ്പെട്ട കാര്യം. BJPയെ സംബന്ധിച്ചുകൊണ്ട് ഗുരുവായൂർ അവരുടെ ഒരു C ക്ലാസ് മണ്ഡലമാണ്. അവിടെ ഏത് വിധേനയും വോട്ട് വർദ്ധിപ്പിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. അതിന് ബി ഗോപാലകൃഷ്ണൻ തന്നെ ചുക്കാൻ പിടിക്കുന്നു. മതം പറഞ്ഞുകൊണ്ട് വോട്ട് തേടുന്നതിലൂടെയും വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതിലൂടെയും ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാമെന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നേട്ടം കൊയ്യാൻ ഇത്തരത്തിൽ മതം പറയാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നിർബാധം തുടരാനും തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാനുമുള്ള തീരുമാനത്തിലാണ് ഗോപാലകൃഷ്ണനും ക്യാമ്പും. പക്ഷേ NDA നേതൃത്വവും BJP നേതൃത്വവും അതിന് പൂർണ്ണമായും കൈ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അരുണ്യ. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.